ഹലോ വെൽക്കം ബാക്ക് ടു എമ്മി മലബാർ. ഇന്ന് നമ്മൾ വീട്ടിൽ എപ്പോഴുള്ള ചേരുവകൾ വെച്ചിട്ട് ചെയ്തെടുക്കുന്ന ഒരു കിഡിലൻ സ്വീറ്റ് റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാകും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ സ്വീറ്റ് കഴിക്കാനായിട്ട്. വളരെ എളുപ്പമാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് എമ്മി മലബാർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നെയ്യിൻ്റെ ബട്ടറിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർക്കാം. പക്ഷേ എന്നാലും നെയ്യാണ് ഒന്നും കൂടി ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വറുത്ത റവയാണെന്നുണ്ടെങ്കിലും വറുക്കാത്ത റവയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഏതാണെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൂടുതൽ വലിയ തരികളുള്ള റവയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ചെറുതായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് വരെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് ചെറുതായിട്ട് ഇതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ പോയിട്ട് ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ നമ്മൾ വറുത്തെടുക്കണം. ഇതിപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് ഇത്രയും മതി. ഇനി ഇതിലേക്ക് ഒരു 2 കപ്പ് അളവിൽ പശുവിൻ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പശുവിൻ പാൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അധികം കട്ടിയില്ലാത്ത തേങ്ങാപ്പാൽ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം. 2 കപ്പ് അളവിൽ തന്നെ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനെടുത്ത കപ്പ് 250 ml ആണ് 1 കപ്പ്. അപ്പോൾ നമുക്ക് 2 കപ്പ് അളവിൽ പാലും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. കട്ടകളില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകി വരുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഈ പാലും തേങ്ങാപ്പാലും ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. പക്ഷെ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ടെക്സ്ചറൊക്കെ റെഡി ആയിട്ട് കിട്ടും, പക്ഷേ കഴിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 അച്ച് ശർക്കര ഞാനൊരു വെയിറ്റ് വെച്ചിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഈ ചൂടിൽ കിടന്നിട്ട് അതങ്ങ് മെൽറ്റായിട്ട് പൊക്കോളും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ശർക്കര ചേർക്കണ്ട എങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് 1 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ ചേർത്തൊരു മധുരം നല്ല മധുരമൊന്നുമല്ല, ഒരു മീഡിയം മധുരമാണ്. അപ്പോൾ ഈ ഒരു മധുരത്തിൽ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എത്രയും കഴിക്കാൻ തോന്നും, ഒട്ടും മടുപ്പ് തോന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. അത്ര രുചിയാണ് ഈ ഒരു സ്വീറ്റിന്. പിന്നെ മാത്രമല്ല, നമ്മൾ ശർക്കര വെച്ച് ചെയ്തെടുക്കുന്നതുകൊണ്ട് ഡയബറ്റീസ് പേഷ്യൻസിനൊക്കെ അത് കഴിക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ശർക്കര വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ നോക്കുക. ഒരു പ്രത്യേക ടേസ്റ്റ് കൂടിയുണ്ട് ശർക്കര വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ചായിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നമ്മളിങ്ങനെ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ മുഴുവനായിട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ അളവിലാണ് നെയ്യ് ഈ റെസിപ്പി ചെയ്തെടുക്കാനായിട്ട് ചേർത്തിട്ടുള്ളത്. ഈ ഒരു വലുപ്പത്തിലുള്ള 2 അച്ച് ശർക്കരയാണ് കേട്ടോ ഞാൻ ഈ റെസിപ്പി ചെയ്തെടുക്കാനായിട്ട് ചേർത്തിട്ടുള്ളത്. അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നു എന്ന് മാത്രം. അപ്പം നിങ്ങൾ ഈ ഒരു അളവിൽ തന്നെ എടുക്കുകയാണെങ്കിൽ നല്ല കറക്റ്റ് പാകത്തിനുള്ള മധുരമായിരിക്കും. ഇനി 1 ടേബിൾ സ്പൂൺ കൂടി ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ശർക്കരയൊക്കെ ഒരു 1/4 ഭാഗം ഉരുകി വരുന്നത് വരെ ഞാൻ കുറഞ്ഞ തീയിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഞാൻ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ പാനിൽ നിന്ന് ഇതിങ്ങനെ വിട്ട് വരുന്ന പരുവാകുന്നത് വരെ നമ്മളിത് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. അത് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടതാ ഇതുപോലെ അങ്ങ് ആയി കിട്ടും. ഇത് ഇത്രയും മതി. ഇനി നമുക്ക് ഈ പാനിൽ നിന്ന് ഇത് മാറ്റാം. അപ്പോൾ ഞാൻ ഇതുപോലുള്ളൊരു സ്ക്വയർ ടൈപ്പിലുള്ള കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. താഴെ ഞാൻ ബട്ടർ പേപ്പറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പാനിൽ നിന്ന് ഇത് വിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ പേരിലാണ് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ സ്പാച്ചുലയിൽ ഒരല്പം നെയ്യൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റായിട്ട് കിട്ടും. ഒരു ഗാർണിഷിങ്ങിനായിട്ട് ഞാൻ ഒരല്പം നട്ട്സ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് ചൂടൊക്കെ മാറാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊക്കെ മുഴുവനായിട്ട് മാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിൽ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന കേക്ക് ടിന്നിൻ്റെ 4 വശവും നിങ്ങൾ ഓയിലോ ബട്ടറോ വെച്ചിട്ടൊന്ന്
പുരട്ടി കൊടുക്കണം. എന്നാലാണ് നമുക്കിത് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് വിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. വളരെ എളുപ്പമാണ് ചെയ്തെടുക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കാൻ മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. താങ്ക്